ഓണത്തിൻ്റെ മാങ്ങ ഇടുന്നതാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ച് കടുക് അധികം ഇടണ്ട, ഉലുവ ഇടുക. നല്ലെണ്ണ അല്പം കൂടി വെണ്ണ വേണമെങ്കിലും ഒഴിക്കും, ഒരുപാട് വേണ്ട. നല്ലെണ്ണ ആകുമ്പോൾ ഒത്തിരി ദിവസം ഇരിക്കും. നല്ലെണ്ണ അതിൽ ഉലുവ ഇട്ട് ചൂടാക്കുക. ശകലം മൂത്ത് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നല്ല എരിവുള്ള മുളക് പൊടി കായപ്പൊടി, കായപ്പൊടി നല്ലോണം ഇടാം. കായപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ മാങ്ങ തലേ ദിവസമേ അരിഞ്ഞ് ഉപ്പും കുറച്ച് ഉലുവയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് തലേ ദിവസം വൈകുന്നേരം ശരിയാക്കി വെക്കണം. അപ്പോൾ ഉപ്പിൻ്റെ നീര് ഒക്കെ ഇറങ്ങി നല്ലതായിട്ടിരിക്കും. അതുകൊണ്ട് അതിൽ ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഇതിൻ്റെ പച്ചച്ചവ പോകുമ്പോൾ അപ്പം നമ്മൾ അതിന് ഉലുവപ്പൊടിയും കൂടി ഇടണം. ഉലുവപ്പൊടിയും കൂടി ഇടണം. പൊടി, കായപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, ഈ 3 പൊടികളുമിട്ട് പച്ച മണം പോകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ലെണ്ണയിൽ വെച്ചാൽ ഇത്രയും ദിവസം ഇരിക്കും. വിനാഗിരി ഒന്നും ഒഴിക്കണ്ട. വിനാഗിരി ഒരു ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരുന്നോളും. വേണമെന്നുള്ളവർക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വിനാഗിരി ഒഴിക്കണം. സാധാ വിനാഗിരി അല്ലാത്ത ബ്രാൻഡഡ് ആയിട്ടുള്ള വിനാഗിരികൾ ശകലം ഒഴിക്കണം. വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അരപ്പ് വറ്റിട്ട് മാങ്ങ അരിഞ്ഞ് ഇന്നലെ വെച്ചിട്ടുള്ളതാണ്. ഉപ്പ്, ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. തലേ ദിവസം അരിഞ്ഞ് വെച്ചിരുന്ന ഉപ്പെല്ലാം അതിൽ പിടിച്ച് നല്ലവണ്ണം ആയിരിക്കും. അരപ്പ് അല്പം കുറുകട്ടെ. അരപ്പിൽ മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി. അരപ്പ് കുറുകി വരുമ്പോൾ നമ്മൾ മാങ്ങ അതിലിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇനി എടുക്കണം. അല്ലെങ്കിൽ തലേ ദിവസം ഇട്ട് വെച്ചിരുന്ന ഉപ്പൊക്കെ ഒഴിച്ച് വെച്ചിരുന്ന മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോകാൻ സാധ്യതയുണ്ട്. ഈ അരപ്പ് അല്പം കൂടി കുറുകട്ടെ. കുറിയാൽ നമുക്ക് ഇലയിലൊക്കെ ഓണത്തിന് നമുക്ക് ഇലയിലൊക്കെ വിളമ്പാനുള്ളതല്ലേ. അപ്പോൾ ഒരുപാട് കറിയായിട്ടിരുന്നാൽ പറ്റൂല. ഇത് കുറച്ച് അല്പം കൂടി വറ്റട്ടെ. വറ്റിയതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയെല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഞാൻ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല. വിനാഗിരി ഒഴിക്കണമെന്നുള്ളവർക്ക് ഒഴിക്കാം. ഒരു ദിവസം പുറത്ത് വെച്ചിരുന്ന
ഒരു കുഴപ്പമല്ല. 1-2 ദിവസം പുറത്ത് വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്തങ്ങ് വെച്ചാൽ അരി ഒഴിക്കണവർക്ക് ഇത്തിരി ഒഴിക്കാം, അതിന് കുഴപ്പമില്ല. ഇനി നമ്മൾ മാങ്ങ എടുത്തിട്ട് കൊടുക്കാം, ഒന്ന് തട്ടിക്കൊടുക്കാം. എൻ്റെ സെക്കൻഡ് ഇട്ടിരുന്നിട്ട് പെട്ടെന്ന് മാങ്ങ ഇതേപോലെ ഇളക്കുക. ഇളക്കി എല്ലാം കൂട്ടി യോജിപ്പിക്കുക. എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കറിയുണ്ട്, എല്ലാം ഉണ്ട്. ഇനി കൂടുതലിട്ടിരുന്നാൽ വെന്ത് പോകും. കടുക് മാങ്ങ റെഡിയായി.